പത്തനംതിട്ട ചിറ്റാർ ഇപ്പോൾ പഴയ ചിറ്റാറല്ല. പിണറായി സർക്കാർ 9 വർഷം പൂർത്തിയാക്കുമ്പോൾ മലയോര നാട് പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. മെയ് 9-ന് BM&BC നിലവാരത്തിൽ പണിത റോഡുകൾ നാടിന് സമർപ്പിക്കുന്നതിനോടൊപ്പം പുതിയ റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും നടക്കും. കാണാമിനി ഗതാഗത മേഖലയിൽ കുതിച്ചുചാട്ടം നടത്തുന്ന ചിറ്റാറിന്റെ വിശേഷങ്ങൾ. 2019 ഉപതെരഞ്ഞെടുപ്പിൽ കെ ജനീഷ് കുമാറാണ് കോന്നിയിൽ വീണ്ടും ചെങ്കൊടി ഉയർത്തിയത്. ഇതോടെ നാടിന്റെ വികസനവും അതിവേഗത്തിലായി. ഇപ്പോൾ ജനീഷ് കുമാർ MLA വന്നതിന് ശേഷമാണ് ഈ റോഡ് ഇത്ര നല്ല രീതിയിൽ വാഹനം ഓടിക്കുവാൻ പറ്റുന്നത്. യാത്രക്കാർക്കും സുഖമുണ്ടോ, വാഹനത്തിന് പാച്ചുവർക്കും കുറവുണ്ട്. നല്ല വൃത്തിയാണ് ആ റോഡ്. നമ്മൾ ഉദ്ദേശിച്ച കിളരത്തിലും പണിതിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി റോഡ് ഇത്രയും പണിതുകൊണ്ട്. ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഈ റോഡ് ചെയ്തിരിക്കുന്നത്. ഒരു കുഴപ്പം അത് ആരും കുറ്റം പറയാനൊക്കെ. നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകൾ നാടിന് സമർപ്പിക്കുന്നതിനോടൊപ്പം പുതിയ റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും നടക്കും. ഇതിപ്പോൾ ചിറ്റാറ് വയ്യാറ്റുപുഴ പുലയമ്പാറ റോഡാണ് ഈ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതും ആധുനിക നിലവാരത്തിൽ BM&BC നിലവാരത്തിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിലേറെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോണക്ക് നിർമ്മാണം പൂർത്തീകരിച്ച ഒരു റോഡിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് തന്നെയാണ് ഈ ചിറ്റാറിൽ മറ്റൊരു റോഡെന്ന് പറഞ്ഞാൽ തണ്ണിത്തോട് ചിറ്റാറ് നീലുപിലാവ് റോഡ് എന്ന് പറഞ്ഞാൽ കോന്നി ശബരിമല ബന്ധിപ്പിക്കുന്ന ഒരു റോഡിൻ്റെയും കൂടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. കോടികൾ മുടക്കിയാണ് റോഡുകൾ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്നത്. നീലിപ്പിലാവ് ചിറ്റാർ റോഡിന് വേണ്ടി മാത്രം 20 കോടി രൂപയാണ് പിണറായി സർക്കാർ ചെലവിടുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് മലയോര നാടിന്റെ മുഖച്ഛായ തന്നെ മാറുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുണമോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.